തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ് രക്ഷാപ്രവർത്തനം. പോലീസും ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് ടീമും നാട്ടുകാരുമൊക്കെ രക്ഷാപ്രവർത്തനത്തിനുണ്ട്. ജില്ലാ കളക്ടറും നഗരസഭാ മേയറും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ രംഗത്തുണ്ട്. പക്ഷേ രാത്രി വൈകിയിട്ടും മാറായമുട്ടം സ്വദേശിയായ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തോടിനകത്തെ മാലിന്യമാണ് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമായി ബാധിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് പ്രധാന വെല്ലുവിളിയും. ടൺ കണക്കിന് മാലിന്യമാണ് തമ്പാനൂരിൽ റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഈ ആമയിഴഞ്ചാൻ തോട്ടിലുള്ളത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായുള്ള തിരുവനന്തപുരംകാരുടെ പ്രശ്നമാണിത്. തോട്ടിൽ നിന്ന് ഈ മാലിന്യം മുഴുവൻ മാറ്റാതെ ജോയിക്കായുള്ള തെരച്ചിലിനായി തോട്ടിനകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് സ്കൂബ ടീം പറയുന്നത്. അത് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് രാത്രി വൈകിയും അവിടെയുള്ള രക്ഷാപ്രവർത്തകർ. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, വളരെ കുറച്ച് വർഷങ്ങളായി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഷിജോ. ഈ ആമയിഴഞ്ചാൻ തോടിന്റെ നിലവിലെ സ്ഥിതി എന്താണ്? എന്തുകൊണ്ട് ഇത്രയധികം മാലിന്യങ്ങൾ ഉണ്ടാകുന്നു? ഈ രക്ഷാപ്രവർത്തനത്തെ, ജോയിക്ക് കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തെ ഈ മാലിന്യം തന്നെയാണോ പ്രധാന വെല്ലുവിളി? മാലിന്യ നിർമ്മാർജ്ജനം എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാണ് എന്ന് ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഉയരുന്ന ചോദ്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയ വലിയ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമായി ഇപ്പോഴും പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യം തന്നെയാണ്. തോടുകളിലും മറ്റ് പലയിടങ്ങളിലും മാലിന്യങ്ങൾ ഇപ്പോഴും കുമിഞ്ഞുകൂടാറുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്, ഒടുവിലത്തെ എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10-15 വർഷത്തിലേറെയായി തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ നിറഞ്ഞുകൂടിയിട്ട് അത് കൃത്യമായി നീക്കം ചെയ്യാൻ മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് 3 ശുചീകരണ തൊഴിലാളികൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയത്. ഇന്ന് രാവിലെയോടുകൂടി ജോയി അടക്കം 3 ശുചീകരണ തൊഴിലാളികൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങുന്നു. ഇന്ന് രാവിലെ മുതൽ അതിശക്തിയായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ആ മഴയത്തും ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ജോയി അടക്കമുള്ള 3 ശുചീകരണ തൊഴിലാളികൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയത്. കനത്ത മഴയെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന 2 ആളുകൾ തിരികെ കയറി. അതിനുശേഷം ജോയി കയറുന്നതിനിടയ്ക്ക് ഈ തോട്ടിലേക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. പിന്നീട് ജോയിക്ക് ഒരു തരത്തിലും കരയിലേക്ക് അടുക്കാനായില്ല. ആ വലിയ അടിയൊഴുക്കുണ്ടായിരുന്നു. ഈ ഒഴുക്കിൽപ്പെട്ട് ജോയി ഈ തോടിൻ്റെ ഒഴുക്കിൽപ്പെട്ട് താഴേക്ക് പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ജോയിക്ക് തിരികെ സ്വയം കരയിലേക്ക് നീന്തിക്കയറാൻ കഴിയാതിരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മാലിന്യങ്ങൾ നിറഞ്ഞ് കവിഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഈ തോട്ടിൽ വെള്ളമുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് മാലിന്യമുണ്ടായിരുന്നുവെന്ന് പറയുന്നതാകും ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അധികം ചേരുക. കാരണം മണിക്കൂറുകളേറ്റത്താണ്, അതായത് ജോയി അപകടത്തിൽപ്പെട്ട ആ സമയത്ത് തന്നെ ഫയർഫോഴ്സും സ്കൂബ സംഘവും പോലീസും കോർപ്പറേഷൻ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളും അങ്ങനെ തുടങ്ങി 100 കണക്കിന് രക്ഷാകരങ്ങൾ ഈ തോട്ടിലേക്ക് വന്നതാണ്. അപ്പോഴും ജോയിയെ രക്ഷപ്പെടുത്തുന്നതിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിന്നത് ഇവിടുത്തെ മാലിന്യമാണ്. ഈ മാലിന്യം, അതായത് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നിർമ്മാർജ്ജനം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കി 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാമെന്നൊന്നും വിചാരിച്ചാൽ കഴിയുന്ന ഒന്നല്ല ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം. കഴിഞ്ഞ 10-15 വർഷത്തിലേറെയായിട്ട് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ട് പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലെ പലയിടങ്ങളിലെയും മാലിന്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ, തദ്ദേശ വകുപ്പും കോർപ്പറേഷനും മറ്റു പല വകുപ്പുകളുമൊക്കെ ഇടപെട്ടുകൊണ്ട് ആ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലം റെയിൽവേക്ക് കീഴിലാണ്. റെയിൽവേ ഭൂമിയിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലെ ശുചീകരണ പ്രവൃത്തിയാണ് കഴിഞ്ഞ 3 ദിവസമായി നടന്നു വന്നിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് ജോയി അടക്കമുള്ള തൊഴിലാളികൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ശുചീകരിക്കാൻ വേണ്ടി ഇറങ്ങുന്നു, അപകടത്തിൽപ്പെടുന്നു. അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ രക്ഷാകരങ്ങൾ പലയിടങ്ങളിലായിട്ട് ഇവിടേക്ക് വരുന്നു. അപ്പോഴും ആ രക്ഷാകരങ്ങൾക്ക് പോലും വെല്ലുവിളിയായത് ഇവിടെ കുമിഞ്ഞുകൂടിയ മാലിന്യമാണ്. നാം ശ്രദ്ധിക്കേണ്ടത്, നാം ഓരോരുത്തരും നമ്മുടെ വീട്ടിലെ മാലിന്യമാണെങ്കിൽ പോലും അത് പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അത് ചെറുതായിരിക്കാം, അത് വലിയ തരത്തിലുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ പിന്നീട് ഉണ്ടാക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഇപ്പോഴെങ്കിലും ഉണ്ടാവേണ്ടതാണ്. കാരണം മാലിന്യ നിർമ്മാർജ്ജനത്തിനെതിരായി വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നു. മാലിന്യം വലിച്ചെറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നു. മാലിന്യം കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ള ബോധവൽക്കരണം തദ്ദേശ വകുപ്പുകളും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും ഒക്കെ നിരന്തരം ചെയ്യുന്നതാണ്. അപ്പോഴും നാം ബോധവാന്മാരാകുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാത്രം വേണം നമുക്ക് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇന്നുണ്ടായ ഈ അപകടത്തെ കാണാൻ. അത്രമാത്രം മാലിന്യം കുമിഞ്ഞു കൂടിയതുകൊണ്ടാണ്
ആ അപകടത്തിൽപ്പെട്ട ജോയിയെ കരയ്ക്കെത്തിക്കാൻ കഴിയാതെ പോകുന്നത്. ഈ മണിക്കൂറിലും ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുമ്പോൾ ജോയിയെ എങ്ങനെ കരയിലേക്ക് എത്തിക്കും, കാണാതെ പോയ ജോയിയെ എങ്ങനെ കരയ്ക്കെത്തിക്കുമെന്നുള്ള ചോദ്യം വലിയ ചോദ്യമായി സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം ഈ മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ എവിടെയായാലും, റോഡിലേക്കായാലും പൊതുയിടങ്ങളിലേക്കായാലും ഈ പുഴയിലേക്കായാലും തോട്ടിലേക്കുമൊക്കെ ആയാലും ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അതീവ കുറ്റകരമാണ്. അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും. നാം വിചാരിക്കും എൻ്റെ ഒരു ചെറിയ വേസ്റ്റല്ലേ എടുത്ത് കളയുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ചെറിയ കുറച്ച് വേസ്റ്റല്ലേ മാലിന്യമല്ലേ നമ്മൾ എറിയുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് അങ്ങനെയല്ല. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ചെയ്യുമ്പോൾ അത് വലിയ തരത്തിൽ സമൂഹത്തിന് ഇത്തരത്തിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം എന്തുകൊണ്ടാണ് ഈ സമയം എടുത്തിട്ടും നീക്കം ചെയ്യാൻ കഴിയാത്തതെന്നുള്ള കാര്യം വർഷങ്ങളായി കുമിഞ്ഞുകൂടിയ മാലിന്യമാണ്. ഇവിടെ മാത്രമല്ല, എത്രയോ ഇടങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നുണ്ട്. അതുകൊണ്ട് ഓരോ അപകടങ്ങളും നാം തന്നെയാണ് വരുത്തി വെക്കുന്നത്. ഇത്രയ്ക്ക് സമൂഹം വളർന്നു, ലോകം വളർന്നു, യന്ത്ര സാധന സാമഗ്രികളെല്ലാം നമുക്കുണ്ട്, നൂതന സാങ്കേതിക വിദ്യകളുണ്ട്. എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ള ചോദ്യം സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് നാം ഓരോരുത്തരുമാണ്. എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ തോട് ശുചിയാക്കാൻ ഇറങ്ങിയാൽ തന്നെ ഒരു അപകടം ഉണ്ടായാൽ ഇത്രയും അധികം മാലിന്യമില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ വളരെ സുഗമമായിട്ട് രക്ഷപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം നീന്തി കരയ്ക്ക് കയറാമായിരുന്നു. പക്ഷെ അതിനൊന്നും കഴിയാതെ പോകുന്ന സാഹചര്യം ഇത്തരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ മഴക്കാലത്തും മാലിന്യ നിർമ്മാർജ്ജനത്തിന് നാം ഓരോരുത്തരും വലിയ ജാഗ്രതയും കരുതലും കൊടുത്ത് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഓരോ അപകടങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം. കാണാതായ മാരായമുട്ടം സ്വദേശി ജോയ്ക്കായുള്ള തെരച്ചിൽ 10-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഈ മാലിന്യം തന്നെയാണ് പ്രധാന വെല്ലുവിളിയായി രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ നിൽക്കുന്നത്. ഈ ആമയിഴഞ്ചാൻ തോടിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. ആമയിഴഞ്ചാൻ തോട് റെയിൽവേക്ക് കീഴിലുള്ള ഭൂമിയിലാണ് ഈ ആമയിഴഞ്ചാൻ തോട് ഉള്ളത്. ജലവകുപ്പിന്റെ ഒബ്സർവേറ്റർ ഹില്ലിൽ നിന്ന് ആരംഭിച്ച് കണ്ണമൂല വഴി ആക്കുളം കായലിൽ ചേരുന്ന ആമയിഴഞ്ചാൻ തോടിന് 12 കിലോമീറ്ററാണ് നീളം. നമുക്കറിയാം, കോർപ്പറേഷനിലെ തോടുകളുമൊക്കെ ആമയിഴഞ്ചാനിൽ എത്തുന്നുണ്ട്. തിരുവനന്തപുരംകാരുടെ വലിയൊരു പ്രശ്നമാണ് ഈ തോട്ടിലെ മാലിന്യം എന്നുള്ളത്. പലപ്പോഴും മാലിന്യം കുന്നുകൂടി ഒഴുക്ക് തടസ്സപ്പെട്ട് മഴക്കാലത്ത് വെള്ളക്കെട്ടിന് വരെ കാരണമാകാറുണ്ട്. അത് തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലപ്പോഴും വാർത്തയായതുമാണ്. ഈ തോട് നവീകരണത്തിനായി പലപ്പോഴും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. ഈ നവീകരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെയുള്ള പ്രധാനമായും പറയേണ്ട ഒരു കാര്യമാണ് ഈ ചെലവിനെക്കുറിച്ച്. തോട് നവീകരണത്തിനായി ചെലവിടേണ്ട തുകയെക്കുറിച്ച് തന്നെയാണ് പ്രധാന കാരണമെന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 കിലോമീറ്ററാണ് ഈ തോടിന്റെ നീളമെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാന ചെലവുകളായി കണക്കാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. 3 കാര്യങ്ങൾക്കാണ് പ്രധാനമായും ഈ ചെലവ് കൂടുതൽ ഉണ്ടാകുന്നത്. പ്രധാന ചെലവുകൾ സ്വീവേജ് ലൈനുകൾ അറ്റകുറ്റ പണി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഈ വെള്ളം ഒഴുകി എത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുഗമമാക്കാൻ ഈ സ്വീവേജ് ലൈനുകൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്രമമായ ഇടവേളകളിൽ ഇതിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തേണ്ടതുണ്ട്. അതും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത്. മറ്റൊന്ന്, തോടിന്റെ വശങ്ങളുടെ സംരക്ഷണ ജോലികളാണ്. ഈ തോടിന്റെ വശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുവശങ്ങളിലും കമ്പികളും നെറ്റുകളും പാർശ്വഭിത്തികളും ഒക്കെ ഒരുക്കി സംരക്ഷിക്കുന്ന ഒരു പതിവാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പലയിടങ്ങളിലും ഇത് തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ മാലിന്യമൊക്കെ വലിച്ചെറിയാതിരിക്കാൻ വലിയ രീതിയിൽ കമ്പികളൊക്കെ കെട്ടി അത് സംരക്ഷിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊക്കെ തകർത്ത് ഇപ്പോൾ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്ന സാഹചര്യവും ഇവിടെ കണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തെ ചെലവ് എന്ന് പറയുന്നത് ചെളിയും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്യുക എന്നുള്ളതാണ്. തോട് നോക്കുകയാണെങ്കിൽ വലിയ തരത്തിൽ ചെളി അടിഞ്ഞുകൂടുന്നുണ്ട്, അതുപോലെ തന്നെ മണ്ണ് അടിഞ്ഞുകൂടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മാലിന്യം തന്നെയാണ്. മാലിന്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വലിയ രീതിയിൽ ഈ ജൈവ അജൈവ മാലിന്യങ്ങൾ, അതുപോലെ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, പിന്നീട് ഇറച്ചി മാലിന്യങ്ങൾ, അങ്ങനെ നിരവധി മാലിന്യങ്ങൾ വന്ന് അടിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റി തോടിൻ്റെ വെള്ളത്തിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴാണല്ലോ വെള്ളക്കെട്ടും തോട് കരകവിയുന്നതും ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെളിയും മറ്റ് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാനാണ് ഈ 3 പോയിന്റുകളിലേക്കായാണ് കൂടുതൽ ചെലവ് ഉണ്ടാകുന്നത് തോട് സംരക്ഷണത്തിനായി. ഇത് തന്നെയാണ് അധികൃതർ മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യങ്ങളും എന്ന് പറയുന്നത്. ഈ തോട് സംരക്ഷണം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഏതൊക്കെ രീതിയിലായിരിക്കണം തോട് സംരക്ഷണം, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴൊക്കെ ഈ തോട് സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ തോട് നവീകരണത്തിനായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്ന് പരിശോധിക്കാം. ഈ സംരക്ഷണത്തിനായി പല പദ്ധതികൾ പലപ്പോഴായി സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്
മഴക്കാലത്തോടനുബന്ധിച്ച് തോട് ശുചീകരണമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ പല പദ്ധതികളും സർക്കാർ മുന്നോട്ട് വെക്കാറുമുണ്ട്. 2021 തോട് നവീകരിക്കാൻ അനുവദിച്ചത് 25 കോടി രൂപയാണ്. ജൂലൈയിലാണ് ജലവിഭവ വകുപ്പ് സമർപ്പിച്ച 25 കോടിയുടെ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഈ തോടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും അപ്പോൾ തന്നെയാണ്. നമുക്കറിയാം, കണ്ടംപൂല മുതൽ ആക്കുളം വരെ നീളുന്ന ആ ഭാഗത്തെ ചെളി, മാലിന്യം ഇതൊക്കെ നീക്കുന്നതിനായിരുന്നു ആദ്യ ഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വശത്ത് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ മറ്റേ വശത്ത് വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്ന കാഴ്ചകൾ അന്ന് തന്നെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ്. പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ഉയരത്തിൽ സ്ഥാപിച്ച കമ്പിവേലികൾ പലതുമൊക്കെ ഇപ്പോൾ നശിപ്പിച്ച നിലയിലാണ്. അത്തരത്തിലും മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ ഈ പുനർനിർമ്മാണമൊക്കെ അല്ലെങ്കിൽ സംരക്ഷണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് വീണ്ടും ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് അന്ന് നമ്മൾ കണ്ടത്. പിന്നീട് 2022 വന്നാൽ 2022-23 ബജറ്റിൽ 12 കോടിയാണ് ഈ തോടുകളുടെ നവീകരണത്തിനായി അന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 12 കോടി അനുവദിച്ചു എന്ന് പറയുമ്പോഴും പല നവീകരണ പ്രവർത്തനങ്ങളും തുടക്കം ആദ്യഘട്ടത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യം. തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ തോടിന്റെ ഒഴുക്കൊക്കെ സാധാരണ നിലയിലെത്തിക്കാനായി അതിനകത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ തരത്തിൽ മാലിന്യം നീക്കം ചെയ്യുന്നൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ടൺ കണക്കിന്, ലോഡ് കണക്കിന്. അവിടുത്തെ ആളുകളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഓട്ടോ തൊഴിലാളികളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ പറഞ്ഞത് 6-7 ട്രക്കുകളിലായി, ലോറികളിലായാണ് അവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് എന്നാണ്. പക്ഷേ ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു, അതിനനുസരിച്ച് പിറ്റേന്ന് മുതൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ വീണ്ടും ആളുകൾ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തന്നെയാണ് ഇതിന് വെല്ലുവിളിയാകുന്നതും. ഇനി ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാന വെല്ലുവിളിയായി വരുന്നത് എന്ന് പരിശോധിക്കാം. തീർച്ചയായും പറഞ്ഞതുപോലെ മാലിന്യ പ്രശ്നം തന്നെയാണ് ഒന്നാമത്തെയും പ്രധാനവുമായ കാര്യമെന്ന് പറയുന്നത്. ഈ കെട്ടിക്കിടക്കുന്നത് ടൺ കണക്കിന് മാലിന്യമാണ്. ഇത് ഓരോ കാലയളവിലും മാറ്റുന്നുണ്ട് എങ്കിലും മാറ്റുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നിക്ഷേപിക്കുന്ന ഒരു പ്രവണത മലയാളികൾക്ക് മാത്രമല്ല മനുഷ്യന്മാർക്കൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അതേ പ്രവണത തന്നെയാണ് ഈ അമീഴഞ്ചാൻ തോട്ടിലും ഉണ്ടാകുന്നത്. ഇത് വെറും മാലിന്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാലിന്യങ്ങളുണ്ട്. എന്തൊക്കെ മാലിന്യങ്ങളുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ടൺ കണക്കിന് മാലിന്യങ്ങൾ, അതെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, ഇലക്ട്രോണിക് മാലിന്യങ്ങളുണ്ട്, ശുചിമുറി മാലിന്യങ്ങളുണ്ട്, ഒപ്പം ഇറച്ചി മാലിന്യങ്ങൾ. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ഒരു പ്രവണത ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഈ ചെളിയും അതുപോലെ തന്നെ മണ്ണുമൊക്കെ നിറഞ്ഞ് ഇത്തരത്തിൽ മാലിന്യം നിറഞ്ഞ് ആഴം കുറയുന്ന, തോടിൻ്റെ സ്വാഭാവിക ആഴം കുറയുന്ന, അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കയ്യേറ്റ പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, സമീപ പ്രദേശങ്ങളിലൊക്കെ വ്യാപക ഭൂമി കയ്യേറ്റമാണ് നടക്കുന്നത്. ഈ തോടിങ്ങനെ പോകുന്നു, തോടിന് ചുറ്റും നോക്കുകയാണെങ്കിൽ കടമുറികളുണ്ട്, അതുപോലെ തന്നെ വീടുകളുണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഉള്ള സ്ഥാപനങ്ങളും വീടുകളുമൊക്കെ ഭൂമി കയ്യേറുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. തോടിൻ്റെ ഭൂമി കയ്യേറി വീടുകളും കെട്ടിടങ്ങളും ഒക്കെ വ്യാപകമായി അവിടെ കാണുന്നുമുണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തോടുകളുടെ വീതി കുറയാൻ കാരണമാകുന്നു. നമുക്കറിയാം, ഈ തോടിൻ്റെ 2 സൈഡിലുമാണല്ലോ ഇത്തരത്തിൽ വീടുകളും സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ളത്. അങ്ങനെ അവർ ഭൂമി കയ്യേറുന്ന സമയത്ത് തീർച്ചയായും സ്വാഭാവികമായും ആ തോടിൻ്റെ വീതി കുറഞ്ഞ് വരുന്ന ഒരു പ്രശ്നമുണ്ടാകും. ആ ഒരു പ്രശ്നം പിന്നീട് നയിക്കുന്നത് ഈ തോട്ടിലെ ജലത്തിലെ ഒഴുക്ക് തടസ്സപ്പെടുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും സ്വാഭാവികമായൊരു പ്രവണത തന്നെയാണ്. തോടുകളുടെ വീതി കുറയുന്നു, ഇത്തരത്തിലുള്ള കയ്യേറ്റം വർദ്ധിക്കുമ്പോൾ എന്നുള്ളത്. അങ്ങനെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. ഈ തോടിന് ഇരുവശത്തുമുള്ള അനധികൃത താമസം മൂലം ഇത്തരത്തിൽ വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ പുനരധിവാസം എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയും കഴിവില്ലാത്ത ആളുകളാണ് ആ ഒരു ഭൂമിയിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവരെ അവിടെ നിന്ന് പുനരധിവസിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് പോസിബിൾ ആയിട്ടുള്ളൊരു പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പുനരധിവാസം ഉറപ്പാക്കി അവിടെ ഭൂമി കയ്യേറ്റം ഉൾപ്പെടെ നടക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് അധികൃതരുടെ ഒരു
അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു മുൻകരുതൽ തന്നെയാണ്. ഇത്തരത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അതിനൊരു ശാശ്വത പരിഹാരവും ഉണ്ടാകും. അവലോകനം ചെയ്ത് പ്രശ്നപരിഹാരം കാണേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അവർ പലപ്പോഴും കാര്യങ്ങളുടെ പരിഹാരം കാണുന്നുണ്ട്. സംരക്ഷണ ഭിത്തികളൊക്കെ നിർമ്മിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തോട് സംരക്ഷണം, മഴക്കാല ശുചീകരണം, ഇതൊക്കെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഈ മാലിന്യം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ വീടുകളെ സുരക്ഷിതമാക്കുക എന്നത് മാത്രം ചിന്തിച്ചുകൊണ്ട് പുഴകളിലേക്ക്, തോടുകളിലേക്ക് മാലിന്യം നിക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്നതും നമ്മൾ തന്നെയാണ്. അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ പുനരധിവാസം ഉൾപ്പെടെ സാധ്യമാക്കിയത് അതിന് കൃത്യമായൊരു ശാശ്വത പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടല്ലോ, രാവിലെ 10:45 ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ശുചീകരണ പ്രവർത്തനത്തിനായി ഇറങ്ങിയ വ്യക്തിയാണ്. ആ മഴ പെയ്യുന്ന സമയത്ത് എന്തോ അദ്ദേഹത്തിന് കയറി വരാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു അപകടത്തിൽപ്പെടുന്നത്. എന്നിട്ട് ഇത്രയും മണിക്കൂറായിട്ടും 10-11 മണിക്കൂറിലേക്ക് കടന്നിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മാലിന്യങ്ങളാണ്. അതാണ് പ്രധാന വെല്ലുവിളിയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഓരോന്ന് ശുചിയാക്കിക്കൊണ്ട് വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ളൂ, മാലിന്യം നിക്ഷേപിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് കഴിയും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അവസാനത്തെ ഒരു ജോയിയാണെന്ന് കരുതാൻ കഴിയില്ല. പല പല ജോയിമാർ ഇത്തരത്തിലുള്ള അപകടത്തിൽ പെട്ടേക്കാം. അത് പ്രശ്ന പരിഹാരം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണെങ്കിൽ അതിനായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് കരുതി മുന്നോട്ട് വരേണ്ടതും വളരെ അത്യാവശ്യമാണ്.